നമസ്കാരം. മെയ് 16 വ്യാഴമാറ്റം സംഭവിച്ചിരിക്കുകയാണ്. ഈ വ്യാഴമാറ്റവുമായി ബന്ധപ്പെട്ട് ഗുണകരവും ദോഷകരവും ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളും പല നക്ഷത്രക്കാർക്കും ജീവിതത്തിലേക്ക് കടന്നു വരാം. എന്നാൽ പരാമർശിക്കാനായി പോകുന്നത് ഈ വ്യാഴമാറ്റത്തിന് ഇടയിൽ സംഭവിച്ചതായ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഏകദേശം 400 വർഷങ്ങൾക്ക് ശേഷം വ്യാഴത്തിൽ സംഭവിച്ചതായ അഥവാ വ്യാഴമാറ്റത്തിൽ സംഭവിച്ചതായ ധനവശയോഗത്തെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. 400 വർഷങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ ഒരു ധനവശ്യതാ യോഗം രൂപം കൊണ്ടിട്ടുള്ളത്. ആ യോഗമാണ് ഈ വർഷത്തെ അഥവാ ഈ പ്രാവശ്യത്തെ വ്യാഴമാറ്റത്തിലൂടെ കടന്ന് വന്നിരിക്കുന്നത് എന്നതാണ് വാസ്തവം. എന്താണ് അതിധനവശ്യതാ യോഗം എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിധനവശ്യതാ യോഗമുള്ള നാളുകാർ നോക്കുന്നിടത്ത് ധനം നിറയും എന്നാണ് പറയുക. ഈ നക്ഷത്രക്കാർ എവിടെ നിൽക്കുന്നുവോ അവിടെ ധനം വന്ന് നിറയുന്നതായ സാഹചര്യം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെയും കുബേരദേവന്റെയും പൂർണമായ അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നതായ സാഹചര്യമാണ് ഈ അത്ഭുതകരമായ യോഗത്തിലൂടെ ഈ നാളുകാർക്ക് കടന്ന് വന്നിട്ടുള്ളത്. 9 നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാത്തതായ ധന ഉയർച്ചയിലേക്ക് അവർ ഉയരും. ഒരേപോലെ മഹാലക്ഷ്മി കുബേര അനുഗ്രഹം ലഭിക്കുക എന്നത് മഹാഭാഗ്യം തന്നെയായി പരാമർശിക്കാം. വളരെ വളരെ അപൂർവമായ യോഗം എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. പൊന്നു കാക്കുന്ന, അതായത് തൊടുന്നിടം പൊന്നു കാക്കുന്ന രീതിയിലേക്ക് ഇവർ ഉയരുന്നതായ സാഹചര്യം. അത് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും ഇവർക്ക് വിജയക്കൊടി പാറിക്കുവാൻ സാധിക്കും. ബിസിനസ് പരമാകാം, തൊഴിലുമായി ബന്ധപ്പെട്ടാകാം, വിദ്യയുമായി ബന്ധപ്പെട്ടാകാം, ബാങ്കിങ് ഫിനാൻസ് മേഖലയുമായി ബന്ധപ്പെട്ട്, ലോട്ടറിയുമായി ബന്ധപ്പെട്ട്, ഓഹരിയുമായി ബന്ധപ്പെട്ട്, ഇത്തരത്തിൽ ഇവർ കൈവയ്ക്കുന്നതായ മേഖലകളുമായി ബന്ധപ്പെട്ട് ഭാഗ്യത്തിൽ കലാശിക്കുന്നതായ സാഹചര്യം. ശനി, വ്യാഴം, കേതു, ബുധ, ചൊവ്വ ദോഷങ്ങൾ പറയപ്പെടുന്നു എങ്കിൽ പോലും ഇതിനിടയിൽ വന്നു ചേർന്നിരിക്കുന്നതായ ഈ അത്ഭുതകരമായ ഈ യോഗം ദോഷസമയമാണ് എങ്കിലും ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ കൊണ്ടുവരുന്നു എന്നതാണ് വാസ്തവം. 2026 ജനുവരി 28 വരെ നീണ്ടു നിൽക്കുന്നതായ യോഗം ഏകദേശം 7 മാസത്തോളം സൗഭാഗ്യദായകമായ ഫലങ്ങളാണ് ഇവർക്ക് വന്നു ചേരുക. ഈ 7 മാസവും ഇത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇവരോട് ഒത്തുചേർന്നിരിക്കുന്നതായ വ്യക്തികൾക്കും ആ ഭാഗ്യം അഥവാ ഇവർക്കൊപ്പം നിൽക്കുന്നതായ വ്യക്തികൾക്കും ഭാഗ്യം വന്ന് ചേരുന്നു എന്നുള്ളതാണ്. അത് സുഹൃത്തുക്കളോ സഹപ്രവർത്തകരോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളോ ആകാം. അവർക്കും ഭാഗ്യം കൈമാറുന്നതായ സാഹചര്യം വന്നു ചേരും. കൂടാതെ ഇവർക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന തസ്തിക ലഭിക്കുക, ഉയർന്ന സമ്മാനങ്ങൾ ലഭിക്കുക, ലോട്ടറിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന സമ്മാനങ്ങൾ ലഭിക്കുക തുടങ്ങിയ അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് കടബാധ്യതകളിൽ നിന്നും രക്ഷ നേടുവാൻ സാധിക്കും. അതായത് കുടുംബാംഗങ്ങൾക്ക് പോലും ആ ഭാഗ്യം പ്രദാനം ചെയ്യുവാൻ ഇവർക്ക് സാധിക്കും. വീട്ടുകാർക്ക് പല വിധത്തിലുമുള്ള പുരോഗമനം കടന്നു വരുന്നതായ സമയമാണ്. ദോഷകാലങ്ങൾക്കിടയിലാണ് എങ്കിൽ പോലും അവർക്ക് ഭാഗ്യം കടന്നു വരുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. അപൂർവമായ ഭാഗ്യം. ഈ സമയം ഇവർക്ക് വളരുന്നതായ, അതായത് വളരെയധികം നേട്ടങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായ സമയം. ഉറങ്ങുമ്പോൾ പോലും
അല്ലെങ്കിൽ നടന്നു പോകുമ്പോൾ പോലും ഭാഗ്യം വന്ന് ചേരുന്നതായ സമയം. ആ സമയങ്ങളിൽ പോലും പല കാര്യങ്ങളും ഭാഗ്യം അനുകൂലമായി ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇവരുടെ ജീവിതത്തിൽ ഇവർ പലപ്പോഴും അടക്കി പിടിച്ചിരുന്നതായ അഥവാ ദുഃഖം അടക്കി പിടിച്ചിരുന്നതായ അവസ്ഥയിലുള്ള വ്യക്തികളാണ്. നിങ്ങൾക്കിടയിൽ അത്തരത്തിലുള്ള അതായത് മനസ്സിൽ അത്രമേൽ ദുഃഖവും വിഷമവും അടക്കി പിടിച്ചിരിക്കുന്നവരും പുറമേ കാണിക്കാത്തവരുമായ നിരവധി വ്യക്തികളുണ്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ സാഹചര്യം, അവരെ രാജാവിനെ പോലെ ആരാധിക്കുന്ന സമയങ്ങളാണ് വന്നു ചേരുക. വാഹനയോഗം വന്നു ചേരാം, വീട് വയ്ക്കുവാനുള്ള അവസ്ഥ വന്നു ചേരാം, വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാൻ, പല വിദേശ രാജ്യങ്ങളും സന്ദർശിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം ബഹുമാന്യരായ വ്യക്തികളായും ചേർന്ന് നിൽക്കുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരാം. ആഭരണാദികൾ, വസ്ത്രങ്ങൾ ലഭിക്കുക, കൂടാതെ ഈ സമയം അവാർഡുകൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. കീർത്തി കടന്നു വരുന്നതായ സമയം. കലാ സാംസ്കാരിക മേഖലകളിൽ, രാഷ്ട്രീയ മേഖലകളിൽ എന്ന് വേണ്ട എവിടെ നിങ്ങൾ കൈവച്ചാലും വിജയം, വളർച്ച ഉണ്ടാകുന്ന നൽകുന്ന സമയമാണ്. അഥവാ അത്തരത്തിലുള്ള യോഗമാണ് ധനവശയോഗം. അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമായിരിക്കുന്നത്. ഈ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതിനാൽ കടന്നു വരും എന്ന് നിസ്സംശയം പറയാം. ആ കാര്യങ്ങൾ, അതായത് അത്ഭുതകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിൽ ആദ്യത്തെ നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. ഇവർക്ക് ജനുവരി വരെയുള്ള സമയം തിരിഞ്ഞു നോക്കേണ്ടതില്ല എന്നതാണ് വാസ്തവം. സർവകാര്യ വിജയം, സർവ മേഖലകളിലും വിജയം. മറ്റൊരു നക്ഷത്രം രോഹിണി, കൂടാതെ ഭരണി, പൂയം, ഉത്രം, അത്തം, ചോതി, അനിഴം, പൂരാടം എന്നീ 8 നക്ഷത്രക്കാർക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളാണ് വന്നു ചേരുക. ധനം കൊണ്ട് അത്ഭുതപ്പെട്ടു പോകുന്നതായ സമയം. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ധനം കൈകളിലേക്ക് വന്ന് ചേരുന്നതായ സാഹചര്യം. ഇത്തരത്തിലൊരു യോഗം നിങ്ങൾക്കുണ്ട് എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് വന്നു എങ്കിൽ യഥാവിധി ജീവിതത്തിൽ ഈ കാര്യങ്ങൾ വന്നു ചേരുവാൻ ചില കാര്യങ്ങൾ നിങ്ങൾ പ്രാവർത്തികം ആക്കേണ്ടതായിട്ടുണ്ട്. അത്ഭുതകരമായ യോഗം അഥവാ വളരെ അപൂർവമായി മാത്രം ലഭിക്കുന്ന സവിശേഷമായ ഭാഗ്യമാണ് നിങ്ങളിലേക്ക് കടന്ന് വന്നിട്ടുള്ളത്. അതിനാൽ ആ ഭാഗ്യം നിങ്ങൾക്ക് ശരിയായി ലഭിക്കുവാൻ നിങ്ങൾ ഇഷ്ടദേവതയെ മനസ്സുരുകി പ്രാർത്ഥിക്കണം. മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കണം. കുബേര മന്ത്രങ്ങൾ, കുബേരദേവനെ ഈ സമയം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. കൂടാതെ കുബേര ദേവനെ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം മഹാവിഷ്ണു ഭഗവാനെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ക്ഷേത്ര ദർശനം നടത്തണം. മഹേശ്വരനെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. കൂടാതെ ഗണപതി ക്ഷേത്രത്തിലും മുരുകക്ഷേത്രത്തിലും ഭദ്രകാളി, ദുർഗാ ക്ഷേത്രങ്ങളിലും ദർശനം നടത്താം. ഈ പരാമർശിച്ചിരിക്കുന്നതായ എല്ലാ ക്ഷേത്രങ്ങളിലും പോകണം എന്നല്ല പറയുന്നത്. അതായത് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ പോകാം, സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് സാധിക്കുന്നതായ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. കൂടാതെ നിത്യവും വിളക്ക് തെളിയിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഐശ്വര്യം വർദ്ധിക്കും. എന്നാൽ നിങ്ങൾ തീർച്ചയായും ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. നിങ്ങൾ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതായ ആ സാഹചര്യത്തിൽ ഇപ്രകാരം പ്രാർത്ഥിക്കുക. അത് ഏത് ദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയാണ് എങ്കിലും ഇപ്രകാരം തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ധനവശ്യതായോഗം ലഭിച്ച വ്യക്തിയാണ് ഞാൻ. ഈ യോഗത്താൽ വന്നു ചേരേണ്ടതായ ആ ഭാഗ്യ സൗഭാഗ്യങ്ങൾ തന്ന് അനുഗ്രഹിക്കണം, സഹായിക്കണം എന്ന് ആ മൂർത്തിയോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. മനസ്സറിഞ്ഞ് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും തടസ്സങ്ങൾ കൂടാതെ ആ സൗഭാഗ്യങ്ങൾ കടന്ന് വരിക തന്നെ ചെയ്യും. ഈ നക്ഷത്രത്തിലുള്ളവരാണ് എങ്കിൽ തീർച്ചയായും ഈ കാര്യം ചെയ്യുക. എല്ലാ ക്ഷേത്രങ്ങളിലും പോകുവാൻ സാധിച്ചില്ല എങ്കിൽ അടുത്തുള്ള നിങ്ങളുടെ ദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക.
തീർച്ചയായും ഈ ഫലങ്ങൾ നിങ്ങൾക്ക് 7 മാസക്കാലം നീണ്ടു നിൽക്കും. തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക.